നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഓസ്കർ വേദി കീഴടക്കി ലാ ലാ ലാൻഡ്. 89ാമത് ഓസ്കർ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി അമേരിക്കൻ ചിത്രം ലാ ലാ ലാൻഡ്. സംഗീതത്തിനും പ്രണയത്തിനും പ്രാധാന്യം നൽകി സിനിമ ഒരുക്കിയ ഡേമിയൻ ഷസൽ മികച്ച സംവിധായകൻ. ചിത്രത്തിൽ ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെച്ച എമ്മ സ്റ്റോണിന് മികച്ച നടിക്കുള്ള പുരസ്കാരം. അമേരിക്കൻ ചിത്രം മാഞ്ചസ്റ്റർ ബൈ ദി സീയിലെ പ്രകടനത്തിന് കേസി അഫ്ലെക്കിന് മികച്ച നടനുള്ള പുരസ്കാരം. മികച്ച ചിത്രം മൂൺലൈറ്റ്. മികച്ച സംവിധായകനും നടിയും ഉൾപ്പെടെ ലാ ലാ ലാൻഡ് സ്വന്തമാക്കിയത് 6 ഓസ്കറുകൾ. സംഗീതം, ഗാനം, പ്രൊഡക്ഷൻ ഡിസൈൻ, ഛായാഗ്രഹണം എന്നിവയ്ക്കാണ് മറ്റ് അവാർഡുകൾ. ബാരി ജെൻകിൻസ് സംവിധാനം ചെയ്ത അമേരിക്കൻ ചിത്രം മൂൺലൈറ്റിന് 2 ഓസ്കർ. മികച്ച സഹനടൻ മഹേർഷല അലിയെ, നടി ലയോള ഡേവിസ്. പുരസ്കാരവേദിയിൽ അന്തരിച്ച നടൻ ഓംപുരിക്ക് ലോക സിനിമയുടെ ആദരം. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാധ്യമവിരുദ്ധ നയങ്ങൾക്കെതിരെ പുരസ്കാര സമർപ്പണത്തിനിടെ അവതാരകന്റെ പരിഹാസം. മുസ്ലിം രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ തുടർന്ന് ഓസ്കർ വേദി ബഹിഷ്കരിച്ച ഇറാനിയൻ സംവിധായകൻ അസ്ഹർ ഫർഹാദിയുടെ ദി സെയിൽസ്മാന് മികച്ച വിദേശ ചിത്രത്തിനുള്ള പുരസ്കാരം. നിയമസഭയിൽ ഏറ്റുമുട്ടൽ. RSSനെതിരെ ആഞ്ഞടിച്ച നിയമസഭയിൽ മുഖ്യമന്ത്രി. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. കെ സുരേന്ദ്രന്റെ വിവാദ പ്രസംഗത്തിൽ നിയമ നടപടിക്കും ആലോചന. ചില കാര്യങ്ങളിൽ കുമ്മനത്തിനും സുധീരനും ഒരേ ശബ്ദമെന്നും മുഖ്യന്റെ പരിഹാസം. RSSന്റെ ഭീഷണി CPMനോട് വിലപ്പോകില്ല. അതിനെ കാണുന്നത് കാലില്ലാത്ത ആൾ ചവിട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് പോലെ. പിണറായിയുടെ വിമർശനം കൊലയ്ക്ക് കൊലയും അടിക്ക് അടിയുമെന്ന കെ സുരേന്ദ്രന്റെ മംഗലാപുരം പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ആരാധനാലയങ്ങളിലെ ആയുധ പരിശീലനം തടയാൻ നിയമനിർമ്മാണം നടത്തുമെന്നും പ്രഖ്യാപനം. അതിനിടെ നടിയെ ആക്രമിച്ച സംഭവത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. LDF ഭരണത്തിൽ കേരളത്തിൽ സ്ത്രീ സുരക്ഷ നഷ്ടമായെന്ന് പ്രതിപക്ഷവും കോൺഗ്രസ് BJPയുമായി സമരസപ്പെടാൻ ശ്രമിക്കുന്നുവെന്ന് ഭരണപക്ഷവും. നടിയെ ആക്രമിച്ച കേസിൽ അട്ടിമറിയുണ്ടെന്ന് ആരോപിച്ച് സഭയിൽ PT തോമസിന്റെ അടിയന്തര പ്രമേയം. സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെയും കോടിയേരിയുടെയും പ്രസ്താവനകൾ ശരിയായില്ലെന്ന് MLA. പ്രതികൾ എത്ര പ്രബലരായാലും പിഴുതെറിയണം. എന്നാൽ കേസിൽ പോലീസ് ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചുവെന്ന് മുഖ്യമന്ത്രി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞു. സംഭവത്തിൽ ഗൂഢാലോചന ഇല്ലെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ലെന്ന് പിണറായി. തെളിവിനായി തിരച്ചിൽ. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. മുഖ്യപ്രതി പൾസർ സുനിയും കൂട്ടാളികളും പിടിയിലായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസിനെ വലച്ച് ശാസ്ത്രീയ തെളിവുകളുടെ അപര്യാപ്തത. പ്രധാന തെളിവായ മൊബൈൽ ഫോണിനായി തിരച്ചിൽ ഊർജിതം. ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിന് തടസ്സമായി മൊഴികളിലെ വൈരുദ്ധ്യവും. സംഭവശേഷം പൾസർ സുനി കൂട്ടാളികളെ ഒഴിവാക്കി കണ്ടത് ആരെയെന്നതിൽ അവ്യക്തത. പ്രതി പോയെന്ന് കരുതപ്പെടുന്ന വീട്ടിൽ നിന്ന് ലഭിച്ച പെൻഡ്രൈവുകളും മൊബൈൽ ഫോണുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം. അതിനിടെ പ്രതികൾക്ക് കോയമ്പത്തൂരിൽ ഒളിസങ്കേതം ഒരുക്കിയ വിജീഷിന്റെ സുഹൃത്ത് ചാർലി പോലീസ് പിടിയിൽ. സുനിയും വിജീഷും തനിക്കൊപ്പം 2 ദിവസം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ നടിയെ ആക്രമിച്ചത് ഇവരാണെന്ന് അറിയില്ലായിരുന്നുവെന്നും മൊഴി. അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും തെളിവുകൾ എത്ര വേഗം കണ്ടെത്തുമെന്നും അന്വേഷണ സംഘത്തിന്റെ പ്രതികരണം. UPയിൽ വിധിയെഴുത്ത്. രാഷ്ട്രീയ അസ്വാരസ്യങ്ങൾക്കിടെ ഉത്തർപ്രദേശിൽ 5ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 ജില്ലകളിലെ 51 മണ്ഡലങ്ങളിലായി ജനവിധി തേടുന്നത് 608 സ്ഥാനാർത്ഥികൾ. ഭരണകക്ഷിയായ സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ തികഞ്ഞ പ്രതീക്ഷയെന്ന് അഖിലേഷ് യാദവ്. UPയിലെ 5ാം ഘട്ടം കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും BJP MP വരുൺ ഗാന്ധിക്കും നിർണായകം. അമേഠിയിൽ കോൺഗ്രസ് SP സൗഹൃദ മത്സരം. സമാജ്വാദി പാർട്ടി മുതിർന്ന നേതാവും വിവാദ മന്ത്രിയുമായ ഗായത്രി പ്രസാദ് പ്രജാപതി, കോൺഗ്രസിലെ അമിത സിംഗ്, BJP നേതാവ് ഗരിമ സിംഗ് എന്നിവർ ഇന്ന് ജനവിധി തേടുന്നവരിൽ പ്രമുഖർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.